ഹായ് 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 നമ്മുടെ LSS എക്സാമിൽ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട എല്ലാത്തരം അളവുകളും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് മാഷ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അത് സിമ്പിളായിട്ട് നമുക്കിന്ന് പഠിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് വേണ്ട LSSന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാനലിൽ തന്നെ ഉണ്ട്, അതെല്ലാവരും കാണുക. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, അതും കൃത്യമായിട്ട് കാണുന്ന വഴി നമുക്ക് എന്തായാലും LSS നേടാം. നമ്മുടെ എക്സാമിന് എന്തൊക്കെയാണ് വരിക അതുപോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ ലൈവ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് കണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ഫുൾ മാർക്ക് ഉറപ്പിക്കുകയും ചെയ്യാം നമ്മൾ LSS എക്സാമിന് കേട്ടോ. അപ്പോൾ എന്തായാലും ഏറ്റവും ആദ്യം മാഷിത് കുറച്ച് അളവുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതെന്താണ്? മില്ലിമീറ്റർ, മില്ലിഗ്രാം, മില്ലി ലിറ്റർ. ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ തന്നിട്ടുള്ള എല്ലാ അളവും എന്താ? മില്ലി വെച്ച് തുടങ്ങുന്ന അളവുകളല്ലേ. എല്ലാത്തിൻ്റെയും മുമ്പിൽ എന്തുണ്ട്? മില്ലി ഉണ്ട്. മില്ലിമീറ്റർ, അതുപോലെ തന്നെ മില്ലിഗ്രാം, മില്ലി ലിറ്റർ. അങ്ങനെ മില്ലി വെച്ച് തുടങ്ങുന്ന കുറച്ച് അളവുകളാണ് മാഷ് തന്നത്. മില്ലിയുടെ കൂടെ ആരുണ്ട്? ആദ്യത്തെ മില്ലിയുടെ കൂടെ മീറ്റർ ആണുള്ളത്, അടുത്ത മില്ലിയുടെ കൂടെ ഗ്രാം ആണുള്ളത്, അടുത്ത മില്ലിയുടെ കൂടെ ലിറ്റർ ആണുള്ളത്. ഈ മീറ്ററും ഗ്രാമും ലിറ്ററൊക്കെ എന്താ? വേറൊരു അളവാണ് അല്ലേ. നമ്മൾ മില്ലി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മൈൻഡിലോട്ട് വരേണ്ടത് 1000 എന്നുള്ള നമ്പറാണ്. അതെന്താന്ന് വെച്ചാൽ ഇവിടെ മില്ലി മീറ്റർ എന്നാണ് പറഞ്ഞത്. ഈ മീറ്റർ വേറൊരു അളവാണ് അല്ലേ. അതിൻ്റെ കൂടെ മില്ലി കൂടെ വന്നു കഴിഞ്ഞാൽ ഇതൊരു 1000 എണ്ണം ചേർന്നാലേ ഒരു മീറ്റർ ആവുള്ളൂ. അതുപോലെ മില്ലിഗ്രാമാണ് ഇവിടെ പറഞ്ഞത് അല്ലേ. ഗ്രാം വേറൊരു അളവാണ്. ഈ മില്ലിഗ്രാം ആണെങ്കിൽ 1000 എണ്ണം ചേർന്നാലേ ഒരു ഗ്രാം ആവുള്ളൂ. അപ്പോൾ മില്ലി എന്നുള്ള അളവൊക്കെ 1000 എണ്ണം വേണം. അങ്ങനെയാണെങ്കിൽ മില്ലി ലിറ്റർ അത് എത്ര എണ്ണം ചേർന്നാലാണ് ഒരു ലിറ്റർ ആവുക? മില്ലിന്ന് കൂടെ വന്നു കഴിഞ്ഞാൽ അത് 1000 എണ്ണം വേണം അല്ലേ. അതായത് 1000 മില്ലി ലിറ്റർ ആണ് ഒരു ലിറ്റർ ആവുക. അങ്ങനെ പറഞ്ഞു. എത്ര മില്ലി ലിറ്റർ ആണ്? എത്ര മില്ലിമീറ്റർ ആണ് ഒരു മീറ്റർ? മാഷ് പറഞ്ഞു മില്ലിന്ന് കൂടെ വന്നു കഴിഞ്ഞാൽ അത് 1000 എണ്ണം വേണം എന്നാണ് അർത്ഥം. അതായത് മില്ലിമീറ്റർ 1000 എണ്ണം ഉണ്ടെങ്കിൽ അതെന്താവുള്ളൂ? ഒരു മീറ്റർ ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ മില്ലിഗ്രാം എത്ര എണ്ണം ചേർന്നാലാണ് കൂടെയുള്ള ഗ്രാം ആവുക? ഒരു ഗ്രാം ആവാൻ വേണ്ടിയിട്ട് എത്ര മില്ലിഗ്രാം വേണം? ഗ്രാമിൻ്റെ കൂടെ ഇവിടെ മില്ലി കൂടെ വന്നു. മില്ലി കൂടെ വന്നു കഴിഞ്ഞാൽ മാഷ് പറഞ്ഞു അത് 1000 എണ്ണം വേണം എന്നാണ് അർത്ഥം. അപ്പോൾ 1000 മില്ലിഗ്രാം ആയി കഴിഞ്ഞാലാണ് ഒരു ഗ്രാം ആവുക. അങ്ങനെ ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ മില്ലി ലിറ്റർ എന്നാ പറഞ്ഞത്. മില്ലിന്ന് കൂടെ വന്നതുകൊണ്ട് അത് 1000 എണ്ണം വേണ്ടി വരുമെന്ന് മാഷ് പറഞ്ഞു. കൂടെ എന്താ വന്നത്? ലിറ്റർ ആണ് വന്നത്. അങ്ങനെ നിങ്ങൾ പറഞ്ഞു ഈ ലിറ്റർ ഒരു ലിറ്റർ ആവാൻ വേണ്ടിയിട്ട് എത്ര മില്ലി ലിറ്റർ വേണം? മില്ലിന്ന് കൂടെ വന്നു കഴിഞ്ഞാൽ അത് 1000 എണ്ണം വേണം എന്നുള്ള കാര്യം മാഷ് പറഞ്ഞു. എത്ര എണ്ണം വേണം? 1000 എണ്ണം വേണം. 1000 മില്ലി ലിറ്റർ ആണ് ഒരു ലിറ്റർ ആവുക. സിമ്പിൾ. അപ്പോൾ മില്ലി എന്നുള്ള പറയുന്ന അളവുകളൊക്കെ 1000 എണ്ണം വേണമെന്നുള്ള കാര്യം ആലോചിക്കുക. എന്താവാൻ? അതിൻ്റെ കൂടെയുള്ള അളവ് ഒറ്റൊന്നാവാൻ. അപ്പോൾ മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റർ ആവാൻ വേണ്ടിയിട്ട് അത് 1000 എണ്ണം വേണം. 1000 മില്ലിമീറ്റർ വേണം. അതുപോലെ മില്ലിഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള അളവ് എന്താ? ഗ്രാമാണ്. ഈ ഗ്രാം ഒറ്റൊന്നാവാൻ വേണ്ടിയിട്ട് മില്ലിഗ്രാം 1000 എണ്ണം വേണം. അതുപോലെ ഇവിടെ മില്ലി ലിറ്റർ എന്നാ പറഞ്ഞത്. കൂടുതൽ അളവ് എന്താ? ലിറ്റർ ആണ്. ഈ ലിറ്റർ ഒറ്റൊന്നാവാൻ വേണ്ടിയിട്ട് 1000 മില്ലി ലിറ്റർ വേണം. അപ്പോൾ മില്ലി എന്നുള്ള സംഭവം കൂടെ വന്നു കഴിഞ്ഞാൽ അത് 1000 എണ്ണം വേണമെന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് വെക്കുക. അപ്പോൾ മില്ലി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ 1000 എണ്ണം വേണ്ടി വരും എന്നുള്ള കാര്യം ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ അളവുകളൊക്കെ നിങ്ങൾ മനസ്സിലോട്ട് വരും. അപ്പോൾ മില്ലി വെച്ച് എന്ത് ചോദ്യം വന്നു കഴിഞ്ഞാലും മില്ലിയുടെ കൂടുതലുള്ള അളവ് ഒറ്റൊന്നാവാൻ വേണ്ടിയിട്ട് 1000 എണ്ണം വേണം. അത്ര മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ മില്ലി വെച്ചിട്ടുള്ള എല്ലാ അളവും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട കുറച്ച് അളവ് കൂടെ ഉള്ളൂ. അതായത് ഇവിടെ മില്ലിമീറ്റർ എന്ന് ഒരു അളവ് എടുത്ത് തന്നിട്ടുണ്ട്. മില്ലിമീറ്ററിനെ കുറിച്ച് മാഷ് ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ. അത് 1000 മില്ലിമീറ്റർ ആയാൽ ഒരു മീറ്റർ ആവും. പക്ഷെ സെൻറ്റിമീറ്റർ ആവാൻ വേണ്ടിയിട്ട് മില്ലിമീറ്റർ എത്ര എണ്ണം മതി എന്ന് അറിയോ? 10 എണ്ണം മതി. 10 മില്ലിമീറ്റർ ആണ് ഒരു സെൻറ്റിമീറ്റർ. 1000 മില്ലിമീറ്റർ ഒരു മീറ്റർ ആണെങ്കിൽ 10 മില്ലിമീറ്റർ ഒരു സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ മില്ലിമീറ്റർ 1000 എണ്ണം വന്നു കഴിഞ്ഞാൽ ഒരു മീറ്റർ ആയി. അതുപോലെ 10 എണ്ണമാണ് മില്ലിമീറ്റർ വരുന്നതെങ്കിൽ അതൊരു സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന അളവാണ്. അതുപോലെ തന്നെ ഈ സെൻറ്റിമീറ്റർ 100 എണ്ണം വന്നു കഴിഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആയി കഴിഞ്ഞാൽ നമുക്കതിന് ഒരു മീറ്റർ എന്ന് വിളിക്കാം. അപ്പോൾ ഒരു മീറ്റർ 1000 മില്ലിമീറ്റർ ആയാലും ഒരു മീറ്റർ ആവും. അതുപോലെ തന്നെ 100 സെൻറ്റിമീറ്റർ ആയാലും ഒരു മീറ്റർ ആവും. ഓരോ സെൻറ്റിമീറ്റർ എന്താണ്? 10 മില്ലിമീറ്റർ വീതം. ഇനി അതുപോലെ തന്നെ വേറൊരു അളവ്, ഈ മീറ്റർ ഉണ്ടല്ലോ, ഈ മീറ്റർ 1000 എണ്ണം വന്നു കഴിഞ്ഞാൽ അതൊരു കിലോമീറ്റർ ആയി. കിലോമീറ്റർ എന്നുള്ള അളവ് നമ്മൾ പറയാറുണ്ട് ദൂരത്തിന്. ഇതൊക്കെ ദൂരത്തിൻ്റെ അളവുകളാണ്. കിലോമീറ്റർ എപ്പോഴാവുക? നമ്മുടെ ഈ മീറ്റർ 1000 എണ്ണം വന്നു കഴിഞ്ഞാലാണ് ഒരു കിലോമീറ്റർ ആവാനുള്ള കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കുക.
ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടായിരിക്കും അറിയോ? നമ്മുടെ കയ്യിൽ ചെറിയൊരു സ്കെയിലുണ്ട്. ആ സ്കെയിലിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും 15 സെൻറ്റിമീറ്റർ വരെ ഉണ്ടാവുള്ളൂ. 1, 2, 3 അങ്ങനെ 15 സെൻറ്റിമീറ്റർ വരെ നമ്മുടെ കയ്യിൽ സ്കെയിൽ ഉണ്ടാവുള്ളൂ. 15 സെൻറ്റിമീറ്റർ ഇത്രയാണെങ്കിൽ 100 സെൻറ്റിമീറ്റർ എത്ര ഉണ്ടായിരിക്കും? 100 സെൻറ്റിമീറ്റർ ഇത്രയും ഉണ്ടായിരിക്കും. മാഷി കൈയിൻ്റെ അത്ര ഉണ്ടായിരിക്കും 100 സെൻറ്റിമീറ്റർ. മാഷി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ. അപ്പോൾ ഇത്രയും ഒരു 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു മീറ്റർ എന്ന് വിളിക്കാം. 100 സെൻറ്റിമീറ്റർ ഇത്രയാണ് ഉണ്ടാവുക. ഇതെന്താണ്? ഒരു മീറ്റർ കൂടിയാണ്. കാണുന്നത് 100 സെൻറ്റിമീറ്ററിന് നമുക്ക് ഒരു മീറ്റർ എന്ന് കൂടെ വിളിക്കാം. ഈ ഒരു മീറ്റർ എന്നുള്ളത്, ഈ മീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയുണ്ട്. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയും നീളമുള്ള അളവാണ്. ഇത് 1000 എണ്ണം വന്നു കഴിഞ്ഞാലാണ്, മാഷി ഇപ്പോൾ കാണിച്ചു തരാൻ പോലും കഴിയില്ല, അത്രയും ദൂരം ഉണ്ടായിരിക്കും അല്ലേ. ഇത്രയും നീളമുള്ള അളവ് 1000 എണ്ണം നിരത്തി വെച്ചാലാണ് എന്താവുക? അതായത് മീറ്റർ 1000 എണ്ണം ആയി കഴിഞ്ഞാലാണ് 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ ആവുക. അത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കേണ്ട അടുത്ത അളവാണ് ഗ്രാം. നമ്മളിപ്പോൾ ഗ്രാമിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. എന്താ പറഞ്ഞത്? ഒരു ഗ്രാം ആവാൻ വേണ്ടിയിട്ട് 1000 മില്ലിഗ്രാം വേണം. 1000 മില്ലിഗ്രാം ആയാൽ ഒരു ഗ്രാമായി. ഈ ഗ്രാം എന്നുള്ള അളവ് 1000 എണ്ണം ആയി കഴിഞ്ഞാൽ, ഗ്രാം 1000 എണ്ണം ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്ത് വിളിക്കാം? ഒരു കിലോഗ്രാം എന്ന് കൂടെ വിളിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഗ്രാം എന്നുള്ള അളവ് 1000 എണ്ണം ആയി കഴിഞ്ഞാൽ അത് ഒരു കിലോഗ്രാം ആണ്. നമ്മൾ കടയിലൊക്കെ സാധനം മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ ചെറിയ അളവാണെങ്കിൽ നമ്മൾ ഗ്രാമിലാണ് മേടിക്കുക. കുറച്ചുകൂടെ വലിയ അളവാണെങ്കിൽ നമ്മൾ 1 കിലോഗ്രാം 2 കിലോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മേടിക്കാറ്. അപ്പോൾ കിലോഗ്രാം എന്താണ്? 1000 ഗ്രാമിനെയാണ് നമ്മൾ 1 കിലോഗ്രാം എന്ന് വിളിക്കുക. അതും ആലോചിച്ച് വെക്കുക. അപ്പോൾ ഗ്രാം 1000 എണ്ണം ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന് 1 കിലോഗ്രാം എന്ന് കൂടെ വിളിക്കാം. അതുപോലെ തന്നെ ഈ കിലോഗ്രാം ഉണ്ടല്ലോ, 100 എണ്ണം ആയി കഴിഞ്ഞാൽ നമുക്കിതിന് ക്വിൻ്റൽ എന്ന് വിളിക്കാം. ഒരു ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? 100 കിലോഗ്രാം ആണ് ഒരു ക്വിൻ്റൽ. അതുപോലെ തന്നെ നമ്മൾ ഈ കിലോഗ്രാം ഉണ്ടല്ലോ, 1000 എണ്ണം ആയിക്കഴിഞ്ഞാൽ, 1000 കിലോഗ്രാം ആയിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു ടണ്ണ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ക്വിൻ്റൽ ഉണ്ടല്ലോ, ഒരു ക്വിൻ്റൽ ആവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം 100 കിലോഗ്രാം ആവണം. 100 കിലോഗ്രാം ആണ് ഒരു ക്വിൻ്റൽ. ഇതിൻ്റെ കൂടെ ഒരു 0 കൂടെ വന്നു കഴിഞ്ഞാൽ, അതായത് 1000 കിലോഗ്രാം ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു ടണ്ണ് എന്ന് കൂടെ വിളിക്കാം അല്ലേ. അതുപോലെ തന്നെ 10 ക്വിൻ്റലിനും നമുക്ക് ഒരു ടണ്ണ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. 10 ക്വിൻ്റൽ എന്ന് പറഞ്ഞാലും 1000 കിലോഗ്രാം എന്ന് പറഞ്ഞാലും എന്താണ്? സെയിം ആണ്. 1000 കിലോഗ്രാം എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ 10 ക്വിൻ്റൽ എന്ന് പറഞ്ഞാലും സെയിം ആണ്. അതുകൂടെ ആലോചിച്ച് വെക്കുക. ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയുന്ന അളവുകളാണ്. ഇനി ഇതിൻ്റെ കൂടെ മാഷി ഒരു അളവ് കൂടെ പറഞ്ഞുതരാം. ഇതെന്താണ്? ഹൗ മെനി ഗ്രാംസ് ഈസ് എ സോവറൈൻ? ഒരു പവൻ എന്ന് വെച്ചാൽ എത്ര ഗ്രാം ആണെന്ന ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരളവാണ് പവൻ, അതായത് സോവറൈൻ. എന്തിനാ നമ്മൾ പവൻ എന്ന് പറയാം? നമ്മൾ സ്വർണത്തിൻ്റെ അളവിനൊക്കെ നമ്മൾ പവൻ എന്ന് പറയാം. 1 പവൻ സ്വർണം, 2 പവൻ സ്വർണം, ഇങ്ങനെ സ്വർണത്തിൻ്റെ തൂക്കമൊക്കെ നമ്മൾ പവനിലാണ് പറയാം. ഈ പവന് 1 പവൻ ആയിക്കഴിഞ്ഞാൽ, 1 പവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സോവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഗ്രാം ആണെന്നാണ് നമ്മൾ ചോദിച്ചത്. 1 പവൻ എന്ന് വെച്ചാൽ എത്ര ഗ്രാം ആണ്? 1 പവൻ എന്ന് വെച്ചാൽ 8 ഗ്രാം എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കുക. നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ 8 ഗ്രാം ആണെങ്കിൽ നമുക്കിതിനെ 1 പവൻ എന്ന് കൂടെ വിളിക്കാം. അങ്ങനെ വേറെ കാര്യം ചോദിക്കട്ടെ, 8 ഗ്രാം 1 പവന്, 1000 ഗ്രാം ആണെങ്കിൽ 1 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാമിൽ എത്ര പവൻ ഉണ്ടായിരിക്കും? അത് കാണാൻ വേണ്ടി എന്താ ചെയ്യുക? 1 കിലോഗ്രാം എന്ന് വെച്ചാൽ 1000 ഗ്രാം ആണ്. ഓരോ 8 ഗ്രാം ആണ് 1 പവന്. അങ്ങനെയെങ്കിൽ 1000 ഗ്രാമിൽ എത്ര 8 ഗ്രാമുകൾ ഉണ്ടായിരിക്കും? 1000 ഗ്രാം എന്ന് വെച്ചാൽ 1 കിലോഗ്രാം. 1 കിലോഗ്രാമിൽ എത്ര 8 ഗ്രാമുകൾ ഉണ്ടായിരിക്കും? ഓരോ 8 ഗ്രാം 1 പവനാണ്. അത് നിങ്ങൾ പറയണം. അത് നിങ്ങൾക്കുള്ള ചോദ്യം കേട്ടോ. ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ലൈവിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മാഷി നിങ്ങൾക്കൊരു ഹോംവർക്ക് കൂടി തരികയാണ്. തീരെ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിലെ ലൈവ് ക്ലാസ്സുകളൊക്കെ കാണാം. ഇനി അങ്ങോട്ട് ഒരുപാട് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് LSS ഫുൾ മാർക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ LSS ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ലൈവായിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് ഈ ചാനൽ ലൈവ് ക്ലാസ്സുകളൊക്കെ കാണാം. വൈകുന്നേരം 6 മണിക്കൊക്കെയാണ് നമ്മുടെ മാരത്തോണുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് മുഴുവൻ മാരത്തോണുകളായിരിക്കും നമ്മൾ ഈ ചാനലിൽ. അപ്പോൾ എല്ലാവരും വൈകുന്നേരം ഈ ചാനലിലോട്ട് വരിക. നമുക്ക് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളൊക്കെ കാണാം കേട്ടോ. ഇനി എക്സാമിന് തലേന്നൊക്കെ നിങ്ങൾക്ക് മെഗാ മാരത്തോണുകളായിരിക്കും. അത് 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെ കാണുന്ന വഴി നിങ്ങൾക്ക് എല്ലാവർക്കും LSS ഫുൾ മാർക്ക് ഉറപ്പിക്കുക. അപ്പോൾ തീരെ പഠിക്കാത്തവരും ഇതൊന്നും കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ലൈവിലൊക്കെ പഠിക്കാം കേട്ടോ. അപ്പോൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ചിട്ടുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കാരണം അവിടെ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ട നോട്ടുകളൊക്കെ ഫ്രീ ആയിട്ട് തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ട നോട്ടുകളൊക്കെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടുള്ള
ഓരോ വീഡിയോസും ലൈവ് ക്ലാസ്സിലൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.